ഇന്നലകളിൽ ഭാഗം 30. നീ ചെയ്തത് തെറ്റല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്റെ എന്നല്ല മറ്റൊരാളുടെയും മുന്നിൽ നിന്റെ തല താഴരുത് മാനസി. ശ്യാമിന്റെ വാക്കുകൾ കേട്ട് മാനസി തല ഉയർത്തി അവനെ നോക്കി. ഇവിടെ ഇരുന്നേ, അവൻ അരികിലേക്ക് കണ്ണു കാണിച്ചു പറഞ്ഞു. മാനസി അവന്റെ അടുത്തിരുന്ന് അവന്റെ കവിളോരം നെറ്റി അമർത്തി. അവളുടെ ഒരു കൈ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. പറ, ആർദ്രമായൊരു സ്വരത്തിൽ അവൻ ചോദിച്ചപ്പോൾ കവിളിനെ തഴുകുന്ന അവന്റെ വിരലുകളെ അവളുടെ വിരലുകൾ കോർത്തു പിടിച്ചു. മിഴികൾ ഉയർത്തി അവനെ നോക്കിയപ്പോൾ അവൻ ആ കണ്ണുകളിൽ അമർത്തി ഉമ്മ കൊടുത്തു. അവന്റെ നെഞ്ചിലേക്ക് തലചായ്ച്ച് മാനസി നടന്നതെല്ലാം പറഞ്ഞു. അവളുടെ സ്വരം കേട്ട മാത്രയിൽ അവന്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പി. ഹർഷാരവം ഉള്ളിൽ തിമിർക്കുമ്പോഴും അവനിൽ നിറഞ്ഞതത്രയും അമ്പരപ്പ് മാത്രമായിരുന്നു. ഒന്നും മിണ്ടാതിരിക്കുന്ന ശ്യാമിനെ മാനസി തല ഉയർത്തി നോക്കി. ഇത് എവിടുന്ന് വന്നു ഇത്ര ധൈര്യം? അവളുടെ നോട്ടം കണ്ട് ഒരു കുസൃതി നിറഞ്ഞ ചിരിയോടെ ശ്യാം ചോദിച്ചപ്പോൾ മാനസി അവനെ കൂർപ്പിച്ചു നോക്കി. ഇങ്ങനെ വീർപ്പിച്ച് വെക്കല്ലേ മാനസി, ഈ കവിളിപ്പോ പൊട്ടിപ്പോവും. അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ശ്യാം പറഞ്ഞതും കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി മാനസിയുടെ മുഖം. അറിയാതെ തന്നെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇതാണ്, ഈ ചിരിയുണ്ടല്ലോ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ മുഖത്തിങ്ങനെ മായാതെ കാണണം. അവളുടെ മുടിയിഴകൾക്കുള്ളിൽ മുഖം പൂഴ്ത്തി നിറഞ്ഞ കണ്ണുകളെ അവൻ മറച്ചു. ആ നിമിഷങ്ങളിലൊക്കെയും മനസ്സിൽ നിറഞ്ഞത് മരവിച്ചുള്ള അവളുടെ ഇരിപ്പായിരുന്നു. ഒന്ന് മിണ്ടാൻ പോലും ആവാത്ത വിധം തകർന്നു പോയ അവളുടെ ഹൃദയമായിരുന്നു. ശ്യാം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ചിരിയും എന്റെ കൂടെ ഉണ്ടാവും. അവന്റെ നെഞ്ചിലൊരു ചുടുചുംബനം നൽകി അവൾ പറഞ്ഞു. ഇൻഡസ്ട്രിയിൽ പകരക്കാരില്ലാതെ നിലയുറപ്പിച്ചൊരു താരത്തിന്റെ അസ്തമനത്തിനായിരുന്നു അന്നത്തെ വൈകുന്നേരം സാക്ഷ്യം വഹിച്ചത്. ശ്യാമിന്റെ പ്രൈവസിയെ മാനിച്ച് പ്രശസ്ത ബിസിനസ്മാൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കിച്ചുവിനും മനുവിനും ശ്യാമിനും മാനസിക്കും ഉണ്ണിക്കും ഒഴികെ അത് ശ്യാമാണെന്ന് മറ്റാർക്കും അറിയില്ല. പൂവിതൾ അടർന്നു വീഴുന്ന ലാഘവത്തോടെ ദിനങ്ങൾ കൊഴിഞ്ഞു വീണു. ശ്യാമിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് 1.5 മാസം കഴിഞ്ഞു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് അവൻ ഓഫീസിൽ പോകുന്നുമുണ്ട്. ശിവ പറയുന്നത് കേട്ട് ചിരിച്ച് അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ടുവന്ന മാനസി പെട്ടെന്ന് ഹാളിലേക്ക് കയറി വരുന്ന ശ്വേതയെയും മഹിയെയും കണ്ട് ഒന്ന് നിന്നു. അവളുടെ മുഖത്തെ പുഞ്ചിരി ഞൊടിയിടയിൽ മാഞ്ഞു. ഹാളിലിരുന്ന ശ്യാമിന്റെ കണ്ണ് അവളിൽ തന്നെയായിരുന്നു. മാനസി ഒന്ന് ഓക്കെ ആയി വരുന്നേയുള്ളൂ. അതിനിടയിൽ മഹിയുടെയും ശ്വേതയുടെയും സന്ദർശനം അവളെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്ന് അവൻ ഭയന്നു. ഉച്ചമയക്കത്തിലായിരുന്ന ചന്ദ്രനും സരസ്വതിയും അവർ വന്നതറിഞ്ഞ് എഴുന്നേറ്റ് വന്നു. ഇരിക്കങ്കിൾ, ഇരിക്കാൻറ്റി, നിൽക്കുന്നെന്താ? സോഫയിൽ നിന്ന് എണീറ്റുകൊണ്ട് ശ്യാം ചോദിച്ചു. അവർ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സോഫയിലേക്കിരുന്നു. സോഫയിലും കസേരയിലും ഒക്കെ ആയിട്ട് ഓരോരുത്തർ ഇരുന്നപ്പോൾ മാനസി കുടിക്കാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. ശ്യാം കണ്ണുകൊണ്ട് ശിവയോട് മാനസിയുടെ പിന്നാലെ ചെല്ലാൻ പറഞ്ഞു. ശിവ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് അടുക്കളയിലേക്ക് നടന്നു. ശിവ അടുക്കളയിൽ ചെല്ലുമ്പോൾ മാനസി കബോർഡിൽ നിന്ന് ഗ്ലാസ് എടുക്കുകയായിരുന്നു. ആഹാ, നീ ഇങ്ങോട്ട് പോന്നോ? ഞാൻ എടുത്തേനല്ലോ. അവളെ കണ്ട് ഗ്ലാസ് കഴുകുന്നതിനിടയിൽ മാനസി ചോദിച്ചു. അതിന് ഞാൻ വന്നതല്ലല്ലോ, ഏട്ടൻ ഓടിച്ചു വിട്ടതല്ലേ? ശിവ കെറിവിച്ച് പറയുന്നത് കേട്ട് മാനസി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഗ്ലാസ്സിലേക്ക് ജ്യൂസ് പകർത്തി ട്രേ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ശിവ ഗ്ലാസുമായി ഹാളിലേക്ക് പോയിരുന്നു. ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന പോലെ മാനസി അടുക്കളയിൽ തന്നെ നിന്നു. ഏടത്തി, ഏട്ടൻ അന്വേഷിക്കുന്നുണ്ട്. ശിവ വീണ്ടും തിരികെ വന്ന് അവളോട് പറയുന്നത് കേട്ട് മാനസി ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. പിന്നെ അവൾക്കൊപ്പം പോയി. ശ്യാം മാനസിയെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി. അത്ര തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരി അവന് മടക്കി നൽകി മാനസി ചന്ദ്രനിരിക്കുന്ന കസേരയുടെ പിന്നിലായി പോയി നിന്നു. എങ്ങനെയുണ്ട് ശ്യാം, ഹെൽത്ത് ഓക്കെ അല്ലേ? മഹി ഒരു പുഞ്ചിരിയോടെ ശ്യാമിനോട് തിരക്കി. ഓൾമോസ്റ്റ് ഓക്കെ ആണെങ്കിൽ. പ്ലാസ്റ്റർ അഴിച്ച സമയത്ത് കൈക്ക് ചെറുതായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോ അതും ഓക്കെയാണ്. അവനും തിരികെ മറുപടി പറഞ്ഞു. താൻ ഡിസ്ചാർജ് ആയിട്ട് ഇതുവരെ ഒന്നും വന്നില്ലല്ലോ എന്നോർത്ത് ഇറങ്ങിയതാണ്. മഹി പറഞ്ഞത് ശ്യാമിനോടാണെങ്കിലും അറിയാതെ അയാളുടെ നോട്ടം പോയത് മാനസിയിലേക്കായിരുന്നു. ആരെയും നോക്കാതെ നിലത്തു നോക്കി നിൽക്കുന്ന മാനസിയെ കണ്ട് ഒരു വേദന തോന്നി അയാൾക്ക്.
എന്നാൽ വന്ന നിമിഷം തൊട്ട് അവളുടെ ഒരു നോട്ടത്തിനായി, ഒരു പുഞ്ചിരിക്കായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ശ്വേത. പുഞ്ചിരിക്കുക പോയിട്ട് ഒന്ന് നേരെ പോലും മനസ്സിൽ നോക്കിയില്ല എന്നുള്ളത് ശ്വേതയെ വല്ലാതെ മുറിവേൽപ്പിച്ചു. കുറച്ചു നേരം കൂടെ സംസാരിച്ചിരുന്ന ശേഷം അവർ പോകാനായി ഇറങ്ങി. ആഹാരം കഴിച്ചിട്ട് പോകാമെന്ന് സരസ്വതിയും ചന്ദ്രനും പറഞ്ഞെങ്കിലും പിന്നീട് ഒരിക്കലാവാമെന്ന് പറഞ്ഞ് അവരാ ക്ഷണം നിരസിച്ചു. ഇറങ്ങും മുന്നേ ശ്വേതയും മഹിയും മാനസിയെ ഒന്ന് നോക്കി. മോളെ ചെല്ല്, അവരെ യാത്രയാക്കിയിട്ട് വാ. വാതിൽപ്പടിയിൽ അനങ്ങാതെ നിൽക്കുന്ന മാനസിയെ നോക്കി ചന്ദ്രൻ പറഞ്ഞു. മാനസി ചന്ദ്രനെ നോക്കിയപ്പോൾ കണ്ണുകൊണ്ട് അയാൾ ചെല്ലാൻ പറഞ്ഞു. മാനസി ഇറങ്ങി ശ്വേതയുടെയും മഹിയുടെയും അരികിലേക്ക് നടന്നു. അവരവളെ തന്നെ ഉറ്റുനോക്കി. അവർക്കരികിലേക്ക് നടക്കുന്ന ഓരോ ചുവടിലും ഒരു അസ്വസ്ഥത അവളെ വലയം ചെയ്തു കൊണ്ടിരുന്നു. പോയിട്ട് വരട്ടെ? ശ്വേതയുടെ ചോദ്യം കേട്ട് ഒരു നിമിഷം മാനസി അവരുടെ മുഖത്ത് തന്നെ ദൃഷ്ടിയൂന്നി. ഒരു നിശ്ചലതയ്ക്ക് ശേഷം ആ മിഴികൾ നിറഞ്ഞു തുടങ്ങി. ഒരു പക്ഷേ ആദ്യമായി അവളുടെ പക്കൽ നിന്ന് ഒരു യാത്ര ചോദിപ്പ് കേട്ട സന്തോഷത്തിലാവാം, അല്ലെങ്കിൽ ഇന്ന് വരെ അങ്ങനെ ഒരു യാത്ര ചോദിപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലാവാം. നീ ഹാപ്പി അല്ലേ മോളെ? ശ്വേത അവളെ നോക്കി ചോദിച്ചു. ഹാപ്പിയർ ദാൻ എനിവെയർ എൽസ് ഇൻ ദി വേൾഡ്. ശ്വേതയ്ക്ക് മറുപടി നൽകാൻ അവൾക്ക് ആലോചിക്കേണ്ടി വന്നില്ല. അവളുടെ മറുപടിയിൽ ശ്വേതയുടെയും മഹിയുടെയും മനസ്സ് നിറഞ്ഞു. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ശ്വേത കാറിലേക്ക് കയറി. ആ കാർ കണ്ണിൽ നിന്ന് മറയും വരെ ഒരു ശൂന്യതയിൽ അകപ്പെട്ട പോലെ അവൾ അവിടെ തന്നെ നിലകൊണ്ടു. അവളെ നോക്കി അവനും. അവരിരുവരെയും ഒന്ന് നോക്കിയിട്ട് ചന്ദ്രനും സരസ്വതിയും ശിവയും അകത്തേക്ക് കയറിപ്പോയി. മാനസി മുഖമൊന്ന് അമർത്തി തുടച്ചിട്ട് തിരിഞ്ഞപ്പോഴാണ് ഉമ്മറത്തെ തൂണിൽ ചാരി കയ്യും കെട്ടി അവളെ നോക്കി നിൽക്കുന്ന ശ്യാമിനെ കണ്ടത്. അവൾ ഒരു പുഞ്ചിരി നൽകി അവനെ കടന്ന് മുന്നോട്ട് നടന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അടുത്തുള്ള തൂണിലേക്ക് ചേർത്ത് നിർത്തി. പെട്ടെന്നൊന്ന് ഭയന്നു പോയെങ്കിലും അവന്റെ കൈക്കുള്ളിലാണെന്നത് അവൾക്കൊരു പുഞ്ചിരി നിറച്ചു. മുഖമുയർത്തി അവനെ നോക്കി. അധിക നേരം ആ മിഴികളെ നേരിടാൻ അവൾക്ക് സാധിച്ചില്ല. മിഴി നിറഞ്ഞു, ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു. അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൻ. മിഴിവാതിലുകൾ അടഞ്ഞു പോകും ഞൊടിയിൽ കണ്ണുനീര് അവളുടെ കവിളുകളെ ചുംബിച്ച് അവന്റെ നെഞ്ചിലേക്ക് വീണൊളിച്ചു. വിഷമിക്കാതെ പെണ്ണേ, കൂടെ ഞാനില്ലേ? ഒന്ന് മൂളിക്കൊണ്ട് അവൾ ഒന്നുകൂടെ അവനെ ഇറുകെ പിടിച്ചു നിന്നു. ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല. അവളും അത് ആവർത്തിച്ചു. മാനസി. ശ്യാം നീട്ടി വിളിക്കുമ്പോൾ അവൾ മുഖമുയർത്തി നോക്കി. അവന്റെ ചുണ്ടിലെ കുസൃതി ചിരി കണ്ട് അവളുടെ ചൊടിയിലും ഒരു പുഞ്ചിരി നിറഞ്ഞു. കണ്ണിമകളിൽ നിന്നാ മിഴികളുടെ നോട്ടം അധരങ്ങളിലേക്ക് പാളി വീഴുമ്പോൾ, അവളിൽ ആകെ ഒരു തരിപ്പ് പടർത്തിയ നിശ്വാസം ഉതിരുമ്പോൾ, അധരങ്ങൾ തമ്മിലുള്ള ദൂരം കുറയുമ്പോൾ മാനസി ശ്യാമിനെ തള്ളി മാറ്റി അകത്തേക്കോടി. അകത്തേക്ക് കയറും മുന്നേ വാതിൽപ്പടിയിൽ നിന്ന് അവൾ അവനെ തിരിഞ്ഞു നോക്കിയൊരു കുസൃതി ചിരി ചിരിച്ചു. നിന്നെ എന്റെ കയ്യിൽ കിട്ടുവടി എന്നൊരു നോട്ടം നോക്കി അവൻ മീശ പിരിച്ചു കാണിച്ചു. ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, വാ. പറഞ്ഞിട്ടും മറുപടിയൊന്നും ലഭിക്കാതെ അവനെ നോക്കുമ്പോഴാണ് ശ്യാം ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത്. ശ്യാം! ഹെഡ്സെറ്റ് അവന്റെ ചെവിയിൽ നിന്ന് മാറ്റി പെണ്ണ് അവന്റെ ചെവിയിൽ കൂകി വിളിച്ചു. അവൾ ഓടി വരുന്നത് ശ്രദ്ധിച്ചെങ്കിലും ഇങ്ങനൊരു പണി ഒപ്പിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അവൻ വിചാരിച്ചില്ല. തിരിഞ്ഞോടാൻ അവൾ മുന്നോട്ട് കാലെടുത്ത് വെച്ചതും അവൻ അവളെ പൊക്കിയെടുത്ത് കട്ടിലേക്കിട്ടു. പെണ്ണേ, നിനക്ക് ഈ ഇടയായിട്ട് കുരുത്തക്കേട് കൂടുതലാട്ടോ. കുതിരി മാറാൻ ശ്രമിക്കുന്നവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇതൊക്കെ ഒരു രസമല്ലേ? അവനെ നോക്കി ഇളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആണോ? അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് അവൻ ചോദിച്ചു. അത്രയും അടുത്തവന്റെ സാമീപ്യം അറിഞ്ഞതോടെ അവളുടെ നിശ്വാസത്തിന് ഭാരമേറി. നെഞ്ചിടിപ്പ് ഉലഞ്ഞു. അതവനും മനസ്സിലായി. പിടയ്ക്കുന്ന ആ മിഴികളിൽ അവന്റെ നോട്ടം തങ്ങി നിന്നു. അധിക നേരം ആ മിഴികളെ നേരിടാനാവാതവൾ കണ്ണിറുക്കി അടച്ചു. കുറുനിരകൾ നൃത്തമാടുന്ന നെറ്റിത്തടങ്ങളിൽ ദ്രുതഗതിയിൽ ചലിക്കുന്ന ആ അടഞ്ഞ മിഴികളിലെ കൃഷ്ണമണികളിൽ, നേരിയ വിയർപ്പ് പൊടിഞ്ഞ മേൽചുണ്ടിൽ, വിരകൊള്ളുന്ന കീഴ്ചുണ്ടിൽ, അങ്ങനെ അവന്റെ മിഴികൾ അവളുടെ മുഖത്താകെ അലഞ്ഞു. ഇടുപ്പിൽ അവന്റെ പിടിയൊന്നു മുറുക്കിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൻ അവളിലേക്ക് മെല്ലെ അമർന്നു. അവളുടെ ഹൃദയമിടിപ്പ് ഉയർന്നു പൊങ്ങി. വിരലുകൾ അതിന്റെ ഇണയെ തേടി. മിഴികൾ ഏതോ മൗനസല്ലാപത്തിൽ നാണം തുളുമ്പി. രോമരാജികൾ ഉണർന്നെഴുന്നവന് സ്വാഗതം ചൊല്ലി. മെല്ലെ വിടർന്ന ചൊടികൾ അതിന്റെ ഇണയോട് ചേർന്നു.
ഗാഢവും തീക്ഷ്ണവും എന്നാൽ മൃദുലവും ശാന്തവുമായ ചുംബനം. ചുണ്ടുകളിൽ നിന്ന് വേർപെട്ട അവന്റെ അധരങ്ങൾ കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ അവൾ ഒന്ന് കുറുകി അവനിലേക്ക് ഒതുങ്ങി. തമ്മിൽ ഒന്നായി തീരാൻ ഇരു ഹൃദയവും വെമ്പൽ കൊണ്ടു. അവളിൽ അലഞ്ഞ അവന്റെ വിരലുകൾ എപ്പോഴോ അണിവയറിലെ പൊന്നരഞ്ഞാണത്തിൽ പിണഞ്ഞു. അവളൊന്ന് ഏങ്ങിപ്പോയി. ഒരു പിടച്ചിലോടെ അവനെ ചുറ്റിപ്പിടിച്ചു. ശ്യാമിന് അപ്പോഴാണ് ബോധം വെച്ചത്. കഴുത്തിടുക്കിൽ നിന്ന് മുഖമുയർത്തി അവൻ അവളെ നോക്കി. ഇത്തിരി നേരം കൊണ്ട് തന്നെ വല്ലാതെ വിയർത്തിട്ടുണ്ട്. അവളുടെ മുഖത്ത് പടർന്ന സിന്ദൂരം കണ്ട് അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. മെല്ലെ അവളെ വിട്ടുമാറി അവൾക്ക് മറുവശത്തേക്ക് കിടന്നു. അവൻ വിട്ടുമാറിയതറിഞ്ഞിട്ടും കണ്ണു തുറക്കാൻ മാനസിയെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ചമ്മലോ നാണമോ ഒക്കെ അവൾക്ക് തോന്നി. കണ്ണ് തുറക്ക് പെണ്ണേ. മെല്ലെ അവളുടെ കാതിൽ പല്ലുകൾ ആഴ്ത്തി അവൻ പറഞ്ഞു. മാനസി പതിയെ കണ്ണു തുറന്നതും അവൾക്കരികിൽ കിടക്കുന്ന ശ്യാമിനെ കണ്ട് നാണത്തിൽ കുതിർന്ന ഒരു പുഞ്ചിരി അവളുടെ അധരങ്ങളിൽ വിരിഞ്ഞു. വേഗം അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയവൾ. എന്തേ? അവൻ അവളെ ചേർത്ത് പിടിച്ചു ചോദിച്ചു. ഒന്നുമില്ലെന്ന് മൂളിക്കൊണ്ട് അവൾ അവനെ മുറുകെ പുണർന്നു. ശ്യാം? പെട്ടെന്ന് അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി മാനസി വിളിച്ചു. ശ്യാം എന്താണെന്ന മട്ടിൽ അവളെ നോക്കി. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എന്തോ കൊനിഷ്ടാണല്ലോ. ആ, എന്താണേലും നീ ചോദിക്ക്. കറക്റ്റ് ഉത്തരം തരണം. നോക്കാം, നീ ചോദിക്ക്. ക്യാൻ ലവ് ഹാപ്പൻ ട്വൈസ്? അവളുടെ ആ ചോദ്യം കേട്ട് അവൻ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ?